ഹായ് വ്യൂവേഴ്സ്, ഇന്നൊരു ഞണ്ട് മുളക് കറിയാണ്. അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങും കുറച്ച് ഉലുവ, ശേഷം ചതച്ച ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും വലിയ ഉള്ളിയ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി ഇട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് മസാല തക്കാളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ്. നല്ലവണ്ണം അത് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ഞണ്ടാണ്. ഞണ്ടിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് കുടംപുളി ഇട്ട വെള്ളമാണ്. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇനി നമുക്ക് നല്ലവണ്ണം ഇത് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മുടെ ഞണ്ട് കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ചതച്ച കുരുമുളകാണ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ നല്ല രുചികരമായ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.